നമസ്കാരം. നമ്മൾ ഇന്ന് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ റിവിഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ റിവിഷനും അതിനൊപ്പം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഫോറിയർ ട്രാൻസ്ഫോം ഏറ്റവും ഈസി ആയിട്ടുള്ള മോഡ്യൂളാണ്, ഏറ്റവും കുറച്ച് ഫോമുല പഠിക്കാനുള്ള മോഡ്യൂളാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഒത്തിരി ഫോമുല ഉണ്ടായിരുന്നില്ലേ, അത്രയും ഫോമുല ഇല്ല ഇവിടെ. ആകെ ഒരു 9 ഫോമുലേ ഉള്ളൂ, പിന്നെ ഒരു കൺവല്യൂഷൻ തിയറം കൂടെ മാത്രമേ ഉള്ളൂ. ഇത്രയും ഫോമുല നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഈസിയാണ്. പിന്നെ കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോമുലയും, ഒരുപാട് ഇൻ്റഗ്രേഷൻ ഒന്നും അറിയണമെന്നില്ല. ഫോമുല എഴുതി ഒരു 1-2 സ്റ്റെപ്പ് എഴുതാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 4 മാർക്ക് കിട്ടും. അങ്ങനത്തെ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യനിൽ 3 മാർക്ക് ഷുവറായിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. അപ്പം അതിൽ ഈ ഫോമുല നിങ്ങൾ നല്ലോണം ബൈഹാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഫോമുല എഴുതി നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്രാക്ടീസ് നല്ലോണം എഴുതി പഠിക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നല്ലോണം എഴുതി പഠിക്കാം. പക്ഷേ ഫോമുല എഴുതി ഒരു ഇൻ്റഗ്രേഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്നൊക്കെ നോക്കി ഒരു ഇൻ്റഗ്രേഷൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 3 മാർക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമുക്ക് ഫോമുലയും അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും നോക്കാം. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ മോഡ്യൂളിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽ എന്നും ഫോറിയർ ട്രാൻസ്ഫോം എന്നും പറഞ്ഞ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ ഫോറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് മെയിനായിട്ട് 3 ഫോമുലയാണുള്ള: ഫോറിയർ ഇൻ്റഗ്രൽ, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. അപ്പം നമ്മളെപ്പോഴും എന്താ ഒരു മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തുള്ള മെയിൻ ഫോമുലാസ് എപ്പോഴും എഴുതി വയ്ക്കും അല്ലേ. ഏറ്റവും ഫ്രണ്ടിൽ നോട്ടിൽ എവിടെയെങ്കിലും അത് നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോഴേ നമുക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള മോഡ്യൂളാണിത്. കാരണം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ഇതിനെല്ലാ ടോപ്പിക്കിനകത്തുനിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കിനകത്തുനിന്നും ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു മോഡ്യൂളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് സൊല്യൂഷൻ ലാസ്റ്റ് വരെ എത്താൻ പറ്റിയില്ലെങ്കിലും ഫോമുലയും ഒരു 1-2 സ്റ്റെപ്പിൻ്റെ മാർക്ക് 7 മാർക്ക് ക്വസ്റ്റിനകത്ത് 3 അല്ലെങ്കിൽ 4 മാർക്ക് നമ്മൾ ഉറപ്പായിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. ഒരുവിധം എനിക്ക് പറ്റത്തില്ല, എനിക്ക് മാത്സ് അറിയത്തില്ല, ഇൻ്റഗ്രേഷൻ അറിയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്ക് പോലും നമുക്ക് ഒരു പകുതി മാർക്ക് ഉറപ്പായിട്ട് ഈ ഫോമുല അറിയാൻ എഴുതിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫോമുല ഇത്ര ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഫോറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഫോമുല എന്താ? f(x) = ഇൻ്റഗ്രൽ 0 to infinity a lambda cos lambda x plus b lambda sin lambda x d lambda. ഓക്കെ, ഈ ഫോമുല തന്നെയാണ് എല്ലായിടത്തും പിന്നെ വരാൻ പോകുന്നത്. ഇതിനകത്ത് a lambda ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല 1/π × ഇൻ്റഗ്രൽ -∞ to ∞. അത് ശ്രദ്ധിക്കണം, -∞ to ∞ ആണ് f(x) cos lambda x dx. b lambda ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? അതേ ഫോമുലയ്ക്കകത്ത് എല്ലാം ഉണ്ട്, കോസിൻ്റെ സ്ഥാനത്ത് സൈൻ. അപ്പോൾ 1/π × ഇൻ്റഗ്രൽ -∞ to ∞ f(x) × sin lambda x dx. അതായത് കോസിൻ്റെ കോയിഫിഷ്യൻ്റ് a lambda. അപ്പോൾ a lambda ഫൈൻഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിനകത്ത് കോസ് വരണം. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കും. അതുപോലെ സൈനിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് b lambda. അപ്പോൾ b lambda ഫൈൻഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിനകത്ത് വരേണ്ടത് sin lambda x ആണ്. ഇത് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതിയേ. ഇനി ഇതേ കേസിൽ തന്നെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഈ ഫോമുല എന്തായി മാറും? കൊസൈൻ ഇൻ്റഗ്രൽ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഫോമുലക്കകത്ത് കോസും സൈനും വരത്തില്ല. ഈ b lambda sin lambda x എന്നുള്ള പാർട്ട് പോയിട്ട് ബാക്കിയില്ല ഇത് എഴുതിയിരിക്കുന്നത് f(x) = ഇൻ്റഗ്രൽ 0 to infinity a lambda × cos lambda x d lambda. കണ്ടോ, ഈ പാർട്ടില്ല, ബാക്കിയുള്ളതിനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഈ b lambda ഫൈൻഡ് ചെയ്യേണ്ട അല്ലേ, a lambda മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. പക്ഷേ ഒരു വ്യത്യാസം, 1/π എന്നുള്ളത് എന്തായി മാറും? 2/π. ബാക്കി സെയിം ഫോമുല അല്ലേ. അപ്പോൾ 1-2 ഫോമുല പഠിക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു 2/π വരുമ്പോൾ -∞ to ∞ എന്നുള്ളത് എന്തായി മാറും? 0 to infinity f(x) cos lambda x d lambda എന്നാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം, അങ്ങോട്ട് നോക്കാണ്ട് തന്നെ പറയാൻ പറ്റും. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോമുലയ്ക്കകത്ത് a lambda cos lambda x കാണത്തില്ല, ബാക്കിയുള്ള ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. b lambda sin lambda x d lambda. അതിനൊപ്പം b lambda എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? b lambda എന്ന് പറഞ്ഞാൽ 2/π. ഈ സെയിം ഫോമുല 1/π എന്നുള്ളത് 2/π ആവും, ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് 0 to infinity ആവും. ഇതിങ്ങനെ ഫോമുല ആദ്യമേ എഴുതി വയ്ക്കാം. എഴുതി വെച്ചിട്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഷോ ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഷോ ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം തന്നിരിക്കുന്ന ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ e⁻⁻⁻ cos x = ഇൻ്റഗ്രൽ 0 to infinity എന്തെങ്കിലും ഒരു സംഭവം ഇൻറ്റു sin lambda x dx എന്നാണ് തന്നേക്കുന്നതെങ്കിൽ, sin lambda x d lambda എന്നാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് ഫോമുല ആയിരിക്കും ഉപയോഗിക്കേണ്ടത്? ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. സപ്പോസ് ഇവിടെ sin lambda x എന്നുള്ളതിന് പകരം കോസ് എന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ഫൈൻഡ് ഫോറിയർ ഷോ ദാറ്റ് e⁻⁻⁻ cos x യൂസിങ് ഫോറിയർ ഇൻ്റഗ്രൽ എന്നായിരിക്കും അവർ ക്വസ്റ്റ്യനിൽ പറയാം.
യൂസിങ് ഫോറിയർ ഇൻ്റഗ്രൽ. നമുക്ക് വേണമെങ്കിൽ ഈ ഫോമിൽ മൊത്തത്തിൽ യൂസ് ചെയ്ത് ഫുൾ ചെയ്ത് ഇതേ സാധനത്തിലേക്ക് ശോധാരത്തിന് പ്രൂവ് ചെയ്തെത്താം. പക്ഷേ എളുപ്പത്തിൽ ഞാൻ പറയുവാണ് എന്തുവാ, ഇൻ്റഗ്രലിൻ്റെ അവസാനം കോസ് ലാംഡ എക്സ് നടക്കുവാണെങ്കിൽ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യുക. ഇൻ്റഗ്രലിൻ്റെ അവസാനം സൈൻ ലാംഡ എക്സ് നടക്കുവാണെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യുക. ഇതൊന്നും ഓർത്തോളേ. ഷോ ദാറ്റ് എന്നുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടത് എന്തുവാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ലിമിറ്റ് തരുമ്പോൾ ഇപ്പോൾ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ അല്ലെങ്കിൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നും അടുത്ത് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നും തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 എന്നുള്ള കേസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 അകത്തുള്ള പോയിന്റ് അല്ല, ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്, ആവറേജ് ഓഫ് ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ലിമിറ്റ് എന്നുള്ള ഫോമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കണം. അപ്പോൾ അത്രയും സ്റ്റെപ്പൊന്നും എത്തിയില്ലെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ 1 എന്നുള്ള പോയിന്റ് ഇൻ്റർവെലിനകത്ത് വരുന്നതല്ല. അപ്പോൾ 1 എന്നുള്ള പോയിന്റിനെ കുറിച്ച് പറയണം. നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ലെങ്കിലും എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 1 മൈനസ് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എന്ന് ഓൾ ബൈ 2 ഇങ്ങനെ ഫോമിൽ എഴുതി വെച്ചാൽ 1 മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് നോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫൈൻ ഫോറിയർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ ഇത്ര എഴുതുമ്പോൾ 1 മാർക്കാണ്. എഫ് ഓഫ് എക്സ് ക്വസ്റ്റിനിൽ തന്നേക്കുന്നതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു സ്റ്റെപ്പൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഓരോ മാർക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ 1 മാർക്ക് എന്തായാലും സ്കോർ ചെയ്തിട്ടേ വരാവൂ. അത് കളയരുത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടിയാൽ അതിനകത്ത് 3 മാർക്കെങ്കിലും മിനിമം കിട്ടണം. അതിനുള്ള സ്റ്റെപ്സ് എങ്കിലും നമ്മൾ എഴുതാൻ ശീലിക്കണം. നെക്സ്റ്റ് ഫോമുല വരുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഫോമുല എന്തുവാണ്, നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് മാറ്റിയതും ഫൊറിയർ ട്രാൻസ്ഫോമിനെയാണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു -i ലാംഡ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ആൻസർ എപ്പോഴും ഇൻ ടേംസ് ഓഫ് എന്തിലേ കിട്ടത്തുള്ളൂ, ലാംഡയിലായി. ഇ റൈസ് ടു എന്താണോ ഇവിടെ പാരാമീറ്റർ വരുന്നത് ആ പാരാമീറ്ററിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അതുപോലെ ഒരു ഫൊറിയർ നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്ത് അതിനെ മറ്റൊരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അയാളെ തിരിച്ചും നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റണം. അതുകൊണ്ട് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കൂടെ എപ്പോഴും എന്തും ഉണ്ടായിരിക്കും, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമും ഉണ്ടായിരിക്കും. അപ്പോൾ എഫ് ഓഫ് ലാംഡയുടെ ഫോമുല എന്താ, സെയിം ഫോമുല തന്നെ ഇവിടെ ഇ റൈസ് ടു മൈനസ് എന്നുള്ളതിന് പകരം പ്ലസ് ആയിരിക്കും വരുന്നത്. ഈ എഫ് ഓഫ് ലാംഡ അകത്ത് കൊടുക്കേണ്ടത്, കാരണം എഫ് ഓഫ് എക്സ് അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ലാംഡ ഇൻറ്റു ഇ റൈസ് ടു i ലാംഡ എക്സ് ഡി ലാംഡ. ഈ ഫോമുല എഴുതി വെക്കണം. ഇനി ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അത്, ഇ റൈസ് ടു ഐ തീറ്റയുടെ ഫോമുല എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. കാരണം ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇ റൈസ് ടു ഐ ലാംഡ എക്സിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇ റൈസ് ടു -i തീറ്റ എന്തുവാണ്, കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. നമുക്ക് ഈ ഫോമുല ചെയ്യുമ്പോൾ ഇ റൈസ് ടു ഐ ലാംഡ എക്സ് എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഫോമുല മിക്കവാറും നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത് എന്താ, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എപ്പോഴാണ് യൂസ് ചെയ്യണത്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു mod x അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 - x ഫോർ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 അതർ വേസ്. ഹെൻസ് deduce integral 0 to infinity some function is equal to എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഈ ഒരു ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഹെൻസ് ഡെഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് ആ ഫോമുല എഴുതി ഇവിടെ കിട്ടുന്ന ഫൊറിയർ ട്രാൻസ്ഫോമിൽ കിട്ടുന്ന ആൻസറിന് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഇപ്പം ഒന്നും അറിഞ്ഞൂടാ, ഈ മോഡ്യൂൾ സ്കിപ്പ് പോലും ചെയ്യരുത്, നമുക്കിത് അത്ര എളുപ്പമുള്ളതാണ്. കാരണം ഇത് നമുക്ക് ഫൊറിയർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് 2 ഫോമുല എഴുതാൻ പറ്റും. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല എഴുതാൻ പറ്റും, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല എഴുതാൻ പറ്റും. 2 മാർക്കാണ്. 7 മാർക്കിൽ 2 മാർക്ക് ഫോമുല എഴുതിയപ്പോൾ കിട്ടി. ഈ എഫ് ഓഫ് എക്സിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു 2 സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആർക്കായാലും പറ്റും. അപ്പോൾ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പായിട്ട് കിട്ടിയില്ലേ. ബാക്കി 4 മാർക്ക് ഫുള്ള് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇ റൈസ് ടു ഐ തീറ്റ എന്നൊക്കെ ഉള്ളതിന് എക്സ്പാൻഷനൊക്കെ കൊടുത്ത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈവൻ ആണോ ഓടാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും 2 മാർക്കിങ് വരും. അപ്പോൾ അതുകൊണ്ട് 4 മാർക്ക് സുഖമായിട്ട് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് കളയരുത്. ബാക്കി ആൻസർ കംപ്ലീറ്റ് ആക്കുന്നത് ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയണേ. ഹെൻസ് ഡെഡ്യൂസ് എന്നൊരു പാർട്ട് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല കൂടെ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേറൊരു ഫോമുല ഉണ്ടല്ലോ, അതെന്തുവാ, നമ്മുടെ ഇൻ്റഗ്രൽ ഇവിടെ -∞ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ മിക്ക പ്രോബ്ലത്തിലും -a to a ഫോമിൽ വരുമ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണത്, ഈ ഇൻ്റഗ്രലിനെ 2 × ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ. മറക്കരുത്. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ.
അതുപോലെ ദിസ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 0 ആവും ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആവുകയാണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലത്തിനകത്താണ് ഈ സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തുവാണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഈ മോഡ്യൂളിൽ തന്നെ മെയിനായിട്ട് നമുക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഫോറിയർ ഇൻ്റഗ്രലിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഫോറിയർ ട്രാൻസ്ഫോമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഫോറിയർ സൈൻ അല്ലെങ്കിൽ കൊസൈൻ ട്രാൻസ്ഫോമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ടും പിന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് വരുന്നത്. ആകെ നമുക്ക് ഈ ഇത്രേ ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ പഠിപ്പിച്ചതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പം ഓക്കെ, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്തുവാണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എഫ് സഫിക്സിൽ എന്ത് വേണം? എസ് ഓഫ് എഫ് ഓഫ് എക്സ്. സാധാരണ ഫോറിയർ ട്രാൻസ്ഫോം തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന് സ്ക്രിപ്റ്റ് എഫിന്റെ സഫിക്സിൽ എസ് വന്നു. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിലാണെങ്കിൽ സഫിക്സിൽ നമ്മൾ സി ഇടുന്നു. രണ്ടും ഫോമുല ഒന്നുപോലെയാണ്, നോക്കിയാൽ മതി. √2/π ഇന്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ്. സൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ ഇവിടെ സൈൻ ലാംഡ എക്സ്, കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ ഇവിടെ എന്താ വേണ്ടത്? കോസ് ലാംഡ എക്സ് ഡി എക്സ്. കിട്ടുന്ന ആൻസർ ഇൻ ടേംസ് ഓഫ് ലാംഡയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്തും ഫൈൻ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫൈൻ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ചോദിച്ചിട്ട് ഹെൻസ് ഡെഡ്യൂസ് എന്നൊരു പാർട്ട് ഉണ്ടെങ്കിൽ എന്ത് ട്രാൻസ്ഫോം യൂസ് ചെയ്യേണ്ടി വരും? നമുക്ക് അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്യും. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ഫോമുലയാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെയിം ഫോമുല √2/π ഇന്റഗ്രൽ 0 to ∞. വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കിട്ടിയ ആൻസർ എഫ് എസ് ഓഫ് ലാംഡ ആയതുകൊണ്ട് ഇവിടെ എഫ് എസ് ഓഫ് ലാംഡ ഇൻറ്റു സൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ സൈൻ ലാംഡ എക്സ് ഡി ലാംഡ, കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ എഫ് സി ഓഫ് ലാംഡ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. അപ്പോൾ സെയിം ആണ് ഫോമുല, ഏതെങ്കിലും ഒരു ഓർത്ത് ബാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുനിന്നും നമുക്ക് ഉറപ്പായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനി ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസൾട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ മിക്ക പ്രോബ്ലം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്റഗ്രൽ e⁻x sin bx dx വരുന്ന കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഇന്റഗ്രൽ e⁻x cos bx dx എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ടാണ് e⁻x/a² + b² ഇൻറ്റു a sin bx - b cos bx. സൈൻ ആണെങ്കിൽ ഇതേ സ്ഥാനത്ത് കോസ് ആണ് വരണമെങ്കിലോ ഈ നടുക്കുള്ള സിമ്പിൾ പ്ലസ് ആവും. e⁻x/a² + b² സെയിം തന്നെ. ആദ്യം e⁻xന്റെ a ഇൻറ്റു കോസ് ബി എക്സ് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതാണ് ആദ്യം എഴുതുന്നത്. a cos bx പ്ലസ് b sin bx. ഇതാണ് ഫോമുല. ഇനി കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് 0 to ∞. അപ്പോൾ ഇത് ഇവിടെ ഫോറിയറിന്റെ ഈ പ്രോബ്ലത്തിന് ലിമിറ്റ് മിക്കവാറും 0 to ∞ വരാറില്ലേ? അപ്പോൾ ലിമിറ്റ് 0 to ∞ വരികയാണ്. e⁻⁻ അല്ല ഞാൻ പറയുന്നത് e⁻−ax ഇൻറ്റു കോസ് ബി എക്സ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് ലിമിറ്റ് കൊടുത്ത് താമസിക്കാൻ നിൽക്കേണ്ട. ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? a/a² + b² എന്ന് എഴുതാം. അതായത് e⁻−ax ഇതാണ് a/a² + b². ഇതേ ക്വസ്റ്റ്യൻ കോസ് എന്നുള്ളതിന് വരെ സൈൻ വരുവാണെങ്കിലോ b/a² + b². ഇത് 0 to ∞ ലിമിറ്റ് ഉള്ള കേസിൽ മാത്രമേ ഇത് പറ്റത്തുള്ളേ. നമ്മളിവിടെ വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഫോമിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോളൂ. ഇനി ഏതൊക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ ഇതുപോലെ ഒരു റിസൾട്ട് വന്നില്ല? ഇന്റഗ്രൽ 0 to ∞ e⁻x² dx is equal to എന്തുവാണ്? √π/2. അപ്പോൾ അതേപോലെ ഇന്റഗ്രൽ 0 to ∞ sin ax/x dx is equal to π/2. ഇത്രയും റിസൾട്ടും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് മിക്ക പ്രോബ്ലം ഒന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എപ്പോഴും വരുന്നത് പോലെ തന്നെ നമുക്ക് ഇത് വേണം, sin a cos b. ഈ റിസൾട്ടുകൾ ഇവിടെ മിക്കവാറും വേണ്ടി വരാറുണ്ട്. sin a cos b എന്തുവാണ്? 1/2 ഇൻറ്റു sin a + b പ്ലസ് sin a - b. അതുപോലെ cos a sin b is equal to 1/2 ഇൻറ്റു sin a + b മൈനസ് sin a - b. ഇനിയുണ്ടല്ലോ റിസൾട്ട്. അതെന്തായിരുന്നു? cos a cos b is equal to 1/2 ഇൻറ്റു cos a + b പ്ലസ് cos a - b. Then sin a sin b is equal to 1/2 ഇൻറ്റു cos a - b മൈനസ് കോസ് a + b. ഈ റിസൾട്ട് മിക്കവാറും ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരാറുണ്ട്. അതായത് ഫോറിയർ ട്രാൻസ്ഫോമിൽ മൊത്തം ഇത്രയും കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാ ബേസിക് ഫോമുലാസും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് ഇൻ്റഗ്രേഷൻ്റെ പഴയ കാര്യങ്ങൾ അറിയില്ല എന്നൊന്നും ആലോചിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു പകുതി സ്റ്റെപ്പിലെങ്കിലും എത്താൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ റിസൾട്ട് അറിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും.
അടുത്ത ടോപ്പിക് കൺവല്യൂഷൻ. നമ്മുടെ S2 കുട്ടികൾക്ക് പഠിക്കാനുള്ളതും എന്നാൽ S4കാർക്ക് 2015 സിലബസ് S4കാർക്ക് പഠിക്കാനില്ല ഈ കൺവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പം ഇത് ഇപ്പം പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിലുള്ളതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ f of u into g of x minus u du, ഓർ ആദ്യത്തെ ആൾക്ക് x minus u രണ്ടാമത്തെ ആൾക്ക് g of u du എന്നുള്ള രീതിയിൽ എഴുതാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിനാണ് നമ്മൾ ഇൻ്റഗ്രൽ 0 to ∞ എന്ന് എഴുതുന്നത്, കാരണം ലാപ്ലാസ് ട്രാൻസ്ഫോം ലിമിറ്റ് 0 to ∞. ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് -∞ to ∞. അതുകൊണ്ട് അത് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ടായിരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്റ്റേറ്റ് കൺവല്യൂഷൻ തിയറം ഫോർ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ വീണ്ടും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലൈറ്റ് എഫ് ഓഫ് എക്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കൊള്ളണം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനാണ് ഇൻ ദ ഇന്റർവൽ -∞, ഹാവിംഗ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ലാംഡ ആൻഡ് ജി ഓഫ് ലാംഡ. ഇവരുടെ രണ്ടുപേരുടെയും ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ലാംഡ ആൻഡ് ജി ഓഫ് ലാംഡ. ദെൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് is equal to the product of Fourier transform of individual function, which is equal to കണ്ടോ Fourier transform of f of x into Fourier transform of g of x ആണ് product of Fourier transform of individual function into ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് √2π. ഇതാണ് കൺവല്യൂഷൻ തിയറം ഓഫ് Fourier transform. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്തെങ്കിലും ഒരു സാധനം എക്സാമിന് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ ഒന്ന് പ്രത്യേകം നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ കാണിക്കുവാണ്. പാർട്ട് എ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പാർട്ട് എ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 മോഡ്യൂളിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ 3 മാർക്സിന് ചോദിക്കുന്നതാണ് പാർട്ട് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തെ 2 ഫസ്റ്റ് മോഡ്യൂൾ, പിന്നെ 2 സെക്കൻഡ് മോഡ്യൂൾ, അടുത്ത തേർഡ് മോഡ്യൂൾ, ഫോർത്ത് മോഡ്യൂൾ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇത് നമ്മൾ റിവിഷനകത്ത് കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത് കിടക്കുന്ന എന്തുവാണ്, നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ, ഗിവൺ ദാറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻x² ഈസ് ഒരു ഫോറിയർ ട്രാൻസ്ഫോം തന്നിട്ടുണ്ട്. ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു e⁻x². ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ട് ഞാൻ സെയിം പ്രോബ്ലം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാമായത് സെയിം പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നുണ്ട്. നോക്കിയാൽ അതേപോലെ അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതണം, നമ്മൾ ആ ട്രാൻസ്ഫോമിൻ്റെ ആ ഡെറിവേറ്റീവിൻ്റെ ഫോമിൽ എഴുതണം. എന്നിട്ട് ഈ തന്നിരിക്കുന്നത് യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ ആൾ നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കണം. ഇത് 3 മാർക്കേ ഉള്ളേ. അപ്പോൾ അവിടെയും നമ്മൾ ആ യൂസ് ചെയ്യുന്ന റിസൾട്ടിനായിരിക്കും 1 മാർക്ക്, ബാക്കി ആൻസറിലോട്ട് എത്തുന്ന സ്റ്റെപ്സിനായിരിക്കും ബാക്കി 2 മാർക്ക് വരുന്നത്. സ്റ്റേറ്റ് കൺവല്യൂഷൻ തിയറം ഫോർ ഫോറിയർ ട്രാൻസ്ഫോം. ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കൺവല്യൂഷൻ തിയറം ഫോർ ഫോറിയർ ട്രാൻസ്ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ കണ്ടോ കിടക്കുന്നത്, ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുവാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇതേ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ടോപ്പിക്കും കൺവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കും പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ആ 2 ടോപ്പിക്കിനകത്തു നിന്നും ഓരോ ക്വസ്റ്റ്യൻ അവർ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് എന്തുവാണ്, മോഡ്യൂൾ 1 മോഡ്യൂൾ 2 എന്ന് പറഞ്ഞ് തന്നെ അവരിട്ടിട്ടുണ്ടാവും. മോഡ്യൂൾ 1-നകത്ത് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതണം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 14 മാർക്കാണ്. അതായത് ഇതിലെ സബ് ഡിവിഷൻ ഉണ്ട് ക്വസ്റ്റ്യന്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 7 മാർക്സ് വീതമാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഫസ്റ്റ് ഇയർ നമ്മൾ ഇതുപോലെ തന്നെയാണ് എക്സാം ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുപോലെ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 മോഡ്യൂൾ 3 മോഡ്യൂൾ 4 നമുക്ക് വേണ്ട എന്താ, മോഡ്യൂൾ 5 ആണ്. അപ്പോൾ മോഡ്യൂൾ 5 ഒന്ന് നോക്കിക്കേ, ഫൈൻ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻−kx. കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നുണ്ട്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ദിസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇത് e⁻−kx എന്നുള്ള രീതിയിൽ എടുത്തെഴുതണം. ഓക്കെ, എന്തായാലും എന്തുവാണ്, ഫോറിയർ ഇൻ്റഗ്രൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഫോറിയർ ഇൻ്റഗ്രൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. ഇവിടെ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് does Fourier sine transform of f of x is equal to x⁻1 into sin x where x greater than 0 exists. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അത് സോൾവ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഈ സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 2 ലൈനിൽ ആൻസർ തീരുന്ന കാര്യമാണിത്. ഇനി അടുത്ത ഓക്കെ, ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ്, അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 0 അതർവൈസ്. ഓക്കെ, അപ്പം എന്തുവാ അവിടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യനും വന്നു. അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നതോ, ഫൈൻ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നടപ്പുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻−x. നമ്മൾ e⁻−kx എന്ന് പറഞ്ഞിട്ട് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ വീഡിയോയ്ക്കകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ഹെൻസ് റിഡക്ഷൻ പാർട്ടും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്.
പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് എന്തുവാണ്, നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കിനും ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. ആകെ ഇതിനകത്ത് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ഫൊറിയർ ട്രാൻസ്ഫോം, പിന്നെ എന്തുവാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, അല്ലെങ്കിൽ ഫൊറിയർ ഇൻ്റഗ്രൽ. ഫൊറിയർ ഇൻ്റഗ്രലിനകത്ത് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ ഇൻ്റഗ്രൽ, ഈ മൂന്നിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്. കൺവല്യൂഷനും ചോദിച്ചിട്ടുണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാ ടോപ്പിക്കിനകത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അത്രയും ശ്രദ്ധിച്ച് എല്ലാ ഫോമുലയും കറക്റ്റായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. നമുക്കപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഓരോ പ്രോബ്ലം ആയിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ക്വസ്റ്റ്യൻ കാണിക്കത്തില്ല, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എഴുതും, സോൾവ് ചെയ്യും. നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൻ ദാറ്റ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈസ് 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. ഫൈൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മളെപ്പോഴും അത് എന്ത് ചെയ്യും, എഫ് ഓഫ് എക്സ് എടുത്തെഴുതുവാണ്, ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ല ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് വേറൊരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ തന്നാൽ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. അതിൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ് ഈ രണ്ടാമത്തെ പാർട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി എന്തുവാണ്, വി നോ ദാറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ലാംഡ എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ. കുഞ്ഞുങ്ങളെ ഇത് ഒരു ഫോമുലെങ്കിലും എഴുതി വെച്ചാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഫോമുലെങ്കിലും കറക്റ്റായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, ദർ ഇസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇവിടുത്തെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 2x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ലാംഡ എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്തുവാണ്, ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് -2 ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ -2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ലാംഡ എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എന്തുവാ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള കാര്യമാണ് 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ. നമുക്ക് ഒമേഗ വേണ്ട, ലാംഡ മതി, കാരണം നമ്മൾ ലാംഡയിലല്ലേ ചെയ്ത് ശീലിച്ചേ. അതുകൊണ്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഐ ലാംഡ എക്സ് ഇൻറ്റു 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് എടുത്തെഴുതി. ഓക്കെ, അടുത്തെന്താ ചെയ്യേണ്ടത്, ഇസ് ഈക്വൽ ടു ഈ 2നെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ലാംഡ, ഈ രണ്ട് സൈഡിലും ഐ ലാംഡ ബൈ 2 ഇൻറ്റു √2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് വരും. ഞാനിവിടെ ഫോമിൽ എഴുതിയപ്പോൾ ഐ ലാംഡ ഒരു എക്സ് ഇട്ടുപോയി, എക്സ് ഇല്ല ശരിക്കും, ഐ ലാംഡ ഇൻറ്റു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഐ ലാംഡ ബൈ 2√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 നമ്മുടെ ആൻസറിലേക്ക് എത്തി. വേണമെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഒമേഗയിൽ ആൻസർ തന്നിരിക്കുന്ന കാരണം ഇതിനെ ഒമേഗയിൽ എടുത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ബൈ 2√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. ക്വസ്റ്റ്യനിൽ ഒമേഗ തന്നിരുന്നതുകൊണ്ടാണ് ഒമേഗയിലേക്ക് ലാസ്റ്റ് ആൻസർ മാറ്റിയത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയാൽ ഇവർ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ റിസൾട്ടിന് നമുക്ക് 1 മാർക്ക് കിട്ടും. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിൽ എത്തുമ്പോൾ 1 മാർക്ക്. അതായത് ഓരോ സ്റ്റെപ്പിനുമാണ് ഓരോ മാർക്ക് കിട്ടുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു, ഫൈൻഡ് കൺവല്യൂഷൻ തിയറം ആയിരുന്നു. അപ്പോൾ കൺവല്യൂഷൻ തിയറം ഇന്ന് തന്നെ നമ്മൾ മുന്നിലത്തെ ഇതിനകത്ത് കൺവല്യൂഷൻ തിയറം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നില്ല. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെക്കുക. Next question, 19th first question. Find Fourier cosine integral representation for f of x is equal to e raised to minus kx for x greater than 0 and k greater than 0. Hence deduce the integral. No, ഒരു പാർട്ട് തന്നിട്ടുണ്ട്. Find Fourier cosine integral അല്ലേ, Fourier cosine transform യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Fourier cosine integral ആയിക്കോട്ടെ. നമ്മുടെ ഫോമുല എന്താ, f of x is equal to integral 0 to infinity a lambda into cos lambda x d lambda അല്ലേ. ആ ഫോമിൽ എഴുതി. വേർ എ ലാംഡ ഇസ് ഈക്വൽ ടു എന്തുവാണ്, എ ലാംഡ ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. That is equal to 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് കെ എക്സ് അല്ലേ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഇപ്പം ഇന്ന് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഒറ്റ സ്റ്റെപ്പ് എഴുതാന്ന്. സോ ദിസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് കെ. സോ കെ ബൈ
കെ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇയാളെ കൊണ്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity 2/π, ആ 2/π പുറത്തിട്ട് കെ ബൈ കെ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഓക്കെ, ബാക്കി എഴുതുമ്പോൾ ഇതല്ലേ ഇതേ കിടക്കുന്നത് കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ എന്ന്. സോ ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity കെ ഇൻറ്റു കോസ് ലാംഡ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഒമേഗയിലായതുകൊണ്ട് പുട്ട് ലാംഡ ഇസ് ഈക്വൽ ടു ഒമേഗ. ഡി ലാംഡ എന്താണ്? ഡി ഒമേഗയായി മാറും. സോ ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ആ മുകളിലത്തെ ഒമേഗ അവിടെ ഇല്ലേ അല്ലേ? അപ്പോൾ ആ ഒമേഗേനെ കൂടെ താഴേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗയേ ഉള്ളൂ. അപ്പോൾ ഒമേഗേനെ കൂടെ താഴെ കൊണ്ടുവരുവാണെങ്കിൽ k/2 ഒമേഗ എന്നുള്ള രീതിയിൽ എഴുതാം. k/2 ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് ആൻസർ ആയി. ഇത് നോക്കിക്കേ, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്ത് കുഞ്ഞു ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഫോമിലേക്ക് നമുക്ക് 1 മാർക്ക് കിട്ടി. ഫോറിയർ ട്രാൻസ്ഫോം വേറെ എ ലാംഡ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എത്ര എഴുതിയപ്പോൾ 1 മാർക്ക്. അതിനകത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, ഈ റിസൾട്ട് നമുക്ക് അറിയാമെന്നുള്ള ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റി. അപ്പോഴേക്കും നമുക്ക് 2 മാർക്ക് കിട്ടുകയാണ് ഈ ആൻസറിലേക്ക് എത്തുമ്പോൾ. പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ സ്റ്റെപ്പിന് വീണ്ടും 1 മാർക്ക്. അപ്പം 3 മാർക്കായില്ലേ? അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 3, ഇതെത്തിയപ്പോൾ 4ാമത്തെ മാർക്ക്. പിന്നെ ഈ ഓരോ സ്റ്റെപ്പിനും നമുക്ക് ഓരോ മാർക്ക് കിട്ടും. 7 മാർക്ക് വെറുതെ കിട്ടും. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 19th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഇതായിരുന്നു. ഡസ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് സൈൻ എക്സ് ഓർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഡെഫിനിഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം, ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡെഫിനിഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചേക്കുവാണ്. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ വേറൊന്നുമല്ല, എഫ് ഓഫ് എക്സ് എന്ന് തന്നെ ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. അത് ഇൻ്റഗ്രബിൾ ആയിരിക്കണം, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം? അബ്സല്യൂട്ട്ലി. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ. അപ്പോൾ ആ മോഡുലസ് ഇട്ടിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കണം എഫ് ഓഫ് എക്സ്. എന്നിട്ട് എന്താ, അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? എക്സ് ഇൻവേഴ്സ് സൈൻ എക്സ് ആണ്. ഇത് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതിനാണ് ഡ്രിച്ച്ലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ ആൻഡ് പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒറ്റ വേർഡ് എഴുതിയാലും മതി, അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ ആൻഡ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. Therefore the Fourier cosine transform of x inverse sin x exists എന്ന് പറഞ്ഞ് നിർത്താം. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ എക്സ് ഇൻവേഴ്സ് സൈൻ എക്സ് എന്നുള്ളതിന് പകരം എക്സ് ഇൻവേഴ്സ് കോസ് എക്സ് എന്നായിരുന്നെങ്കിൽ, എക്സ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ this is equal to cos x by x ആണ് അല്ലേ? ഇൻ്റഗ്രബിൾ ആണ് എന്തായാലും. സൈൻ എക്സ് ബൈ എക്സും ഇൻ്റഗ്രബിൾ ആണ്, √π/2 എന്നൊക്കെ നമുക്ക് ആൻസർ അറിയാം. അതുപോലെ കോസ് എക്സ് ബൈ എക്സും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് ഇത് പീസ് വൈസ് കണ്ടിന്യൂസ് അല്ല. കാരണം കോസ് എക്സ് ബൈ എക്സ് വരുമ്പം എക്സിന് 0 കൊടുക്കുമ്പം എല്ലായിടത്തും നമുക്ക് ഒന്നുപോലെ ആൻസർ കിട്ടത്തില്ല. എക്സിന് 0 കൊടുക്കുമ്പം ഇതെങ്ങനെയായി മാറും? cos 0 by 0. കോസ് 0 എന്തുവാണ്? കോസ് 0 1 ആണ്. 1/0 എന്തായി പോയത്? ഇൻഫിനിറ്റി ആയി പോവും. അപ്പോൾ എങ്ങാനും നിങ്ങളുടെ ക്വസ്റ്റ്യൻ എക്സ് ഇൻവേഴ്സ് കോസ് എക്സ് എന്നോ കോസ് എക്സ് ബൈ എക്സ് എന്നോ ചോദിക്കുവാണെങ്കിൽ അവിടെ എന്തല്ല, അതിന് എന്തുവാ, പീസ് വൈസ് കണ്ടിന്യൂസ് അല്ല എന്നുള്ള കാര്യം ഓർത്തോളണം. പീസ് വൈസ് കണ്ടിന്യൂസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് പീസ് വൈസ് കണ്ടിന്യൂസ്. പക്ഷേ ഈ സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളതിന് ഏത് പോയിന്റിനായാലും അത് ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈൻ എക്സ് ബൈ എക്സ് എന്ന് വരുമ്പോൾ എക്സിന് 0 കൊടുത്താലും സൈൻ 0/0 എന്ന് പറയുമ്പോൾ എന്തുവാണ്? സൈൻ 0 ആണ് ബൈ 0/0 കുഴപ്പമില്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഏത് ഫംഗ്ഷൻ കൊടുത്താലും അതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ കോസ് എക്സ് ബൈ എക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങാനും എക്സാമിന് ചോദിക്കുവാണെങ്കിൽ കോസ് എക്സ് ബൈ എക്സിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ആ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് പീസ് വൈസ് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും എൻ്റെ ആൻസർ ആയിട്ടുള്ളൂ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണം. ഇത്ര എൻ്റെ ആൻസർ ആയിട്ടുള്ള 7 മാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഡെഫിനിഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം കൂടെ എഴുതി വെച്ചേക്കുന്നത്. ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഡെഫിനിഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം കൂടെ ഇവിടെ എഴുതി വെച്ചത്. ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത അത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 19A-യും B-യും ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ 20AB എന്നല്ല കിടക്കുന്നത്. അപ്പോൾ 20 A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 അതർവൈസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ
mod x എന്ന് എഴുതി. mod x ലെസ് ദാൻ 1 എങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 ഓർ 0 അതർവൈസ് എന്ന് എഴുതി. ഈ തന്നിരിക്കുന്നതിന് ഒരു നമ്പർ ലൈൻ ഡിനോട്ട് ചെയ്താൽ -∞ ടു ഇൻഫിനിറ്റിക്കകത്ത് ഉള്ള പോയിന്റാണ് -1 to 1. അവിടെയാണ് mod x എന്ന് പറയുന്ന വാല്യൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം 0 മുതൽ 1 വരെ അതെന്താണ്? x ആണ്. 0 to -1 വരെ mod xന്റെ വാല്യൂ -x ആണ്. നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചു. ബാക്കി എല്ലാ പോർഷനിലും 0 ആണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f ഓഫ് x എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ f of x into e raised to -i lambda x dx ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എഴുതി. f of x എന്ന് പറഞ്ഞാൽ -∞ to ∞ അല്ലേ. അപ്പോൾ നമുക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to -1, പിന്നെ എന്താ പറയേണ്ടത്? -1 to 1, then 1 to ∞. ബാക്കി എല്ലായിടത്തും 0 ഉണ്ട്. നമുക്ക് ഇൻ്റഗ്രൽ ഉള്ള ആൾക്കാരെ മാത്രം എഴുതിയാൽ പോരെ. -1 to 1 f of x എന്ന് പറയുന്നത് അവിടെ എന്തുവാണ്? f of x എന്ന് പറഞ്ഞാൽ mod x ആണ്. ഇൻറ്റു e raised to -i lambda x dx. എപ്പോഴും പോലെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതുക? 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 mod x ഇൻറ്റു e raised to -i lambda x എക്സ്പാൻഡ് ചെയ്ത് cos lambda x -i sin lambda x എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇനി ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ എങ്ങനെയാണ് വരിക? ഇൻ്റഗ്രൽ -1 to 1 mod x ഇൻറ്റു cos lambda x dx -i ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 mod x ഇൻറ്റു sin lambda x dx. അതെ, mod x എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഫംഗ്ഷനാണ്? mod x ഈസ് ഓൾവേസ് ഈവൻ ഫംഗ്ഷൻ. cos lambda x ഈവൻ ആണ്. സൈൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പം ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുമ്പോൾ ഇത് എന്ത് ഫംഗ്ഷൻ? ഈവൻ ഫംഗ്ഷൻ ആവുന്നു. mod x ഈവൻ ഫംഗ്ഷൻ, സൈൻ ലാംഡ എക്സ് ഓഡ് ഫംഗ്ഷൻ. ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് ഫംഗ്ഷനാണ്? ഓഡ് ഫംഗ്ഷൻ ആവുകയാണ്. ഓഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്താ? 0. ഈവൻ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ദിസ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ 0 to 1 ആകുമ്പോൾ mod x എന്ന് പറയുന്നത് എന്തായി മാറും? x ആയി മാറും. പോസിറ്റീവ് സൈഡിൽ mod xന്റെ വാല്യൂ x. -1 to 0ക്കകത്താണെങ്കിൽ mod xന്റെ വാല്യൂ എന്തായിരിക്കും? -6. അപ്പോൾ 0 to 1നകത്ത് mod xന്റെ വാല്യൂ x ഇൻറ്റു cos lambda x dx. ഈ 2ഉം √2ഉം ക്യാൻസൽ ആയിട്ട് √2/π ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു cos lambda xന്റെ ഇൻ്റഗ്രൽ sin lambda x by lambda മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ലാംഡ എക്സ് ബൈ ലാംഡയും ഈ ലാംഡയും കൂടി ചേർന്ന് ലാംഡ സ്ക്വയർ. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വരണേ? √2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുവാണേ. അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പം 1 ഇൻറ്റു സൈൻ ലാംഡ ബൈ ലാംഡ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. കോസ് ലാംഡ ബൈ ലാംഡ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ 0 0 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് കോസ് 0 ഈസ് 1 ബൈ ലാംഡ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആക്കാം. √2/π ഇൻറ്റു ഇയാളൊന്ന് എടുത്ത് എഴുതുമ്പോൾ സൈൻ ലാംഡ ബൈ ലാംഡ പ്ലസ് കോസ് ലാംഡ മൈനസ് അകത്തേക്കുമ്പോൾ -1 ബൈ ലാംഡ സ്ക്വയർ. നമുക്ക് ഹെൻസ് റെഡ്യൂസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാലും മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ലാംഡ സ്ക്വയറിനെ ഇവിടെ എൽസിയം ആയിട്ട് ഇട്ടിട്ട് ലാംഡ സൈൻ ലാംഡ പ്ലസ് കോസ് ലാംഡ -1 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ആൻസർ നിർത്താം. ഇത് നോക്കിക്കേ, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓർക്കേണ്ട കാര്യം ഫോമിലേക്ക് എപ്പോഴും ഒരു മാർക്ക് ഉണ്ട്. അടുത്ത ഈ എക്സ്പാൻഷൻ ഒരു മാർക്ക് കിട്ടും. ഈവൻ ഓട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് എത്തുമ്പോൾ വീണ്ടും ഒരു മാർക്ക് കിട്ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു മാർക്ക്, ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുമ്പോൾ ബാക്കി എല്ലാ മാർക്കും കൂടെ കിട്ടും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ഒത്തിരി ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ ഇപ്പോൾ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 20B എന്ന് പറയുന്ന പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് f of x is equal to e raised to -ax where x greater than 0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ f of x എന്ന് പറഞ്ഞാൽ e raised to -ax എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് f of x ഫോമിൽ എന്തുവാണ്? ഇസ് ഈക്വൽ ടു √2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ f of x ഇൻറ്റു
കോസ് ലാംഡ എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം √2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഓക്കെ, എഗെയിൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റിസൾട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻ ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? a/a² പ്ലസ് b². ദാറ്റ് ഈസ് ഈക്വൽ ടു √2/π ഇൻറ്റു a/a² പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ ലാംഡ ഉള്ളത്, സോ ലാംഡ². അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഫൈൻ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് ചോദിച്ചു. 3 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. 7 മാർക്ക് ക്വസ്റ്റൻ ആണത്. ഹെൻസ് റെഡ്യൂസ് എന്നൊരു പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇതിനെ കൊണ്ട് കൊടുത്തിട്ട് ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ആ പാർട്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി നമുക്ക് പഠിക്കാനുണ്ടായതിനകത്ത് ഫോറിയർ ഇൻ്റഗ്രൽ, ഫോറിയർ ട്രാൻസ്ഫോം, ഫോറിയർ കൊസൈൻ ഓർ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, ഈ 3 എണ്ണത്തിനകത്ത് നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ കൺവല്യൂഷൻ തിയറം, പിന്നെ എന്താ ഉള്ളത്? ഫോറിയർ ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ ടോപ്പിക്കിനകത്ത് നിന്ന് എല്ലാം ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈ 3 ടോപ്പിക്കും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 3 ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ഫുൾ കിട്ടും. നമ്മൾ ഈ പഠിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് നല്ലോണം എഴുതി പഠിക്കുക. Okay, next question. Show that e⁻⁻x into cos x is equal to 2/π into integral 0 to infinity omega² plus 2/omega⁻⁴ plus 4 cos omega x d omega. ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇത് തന്നെ എന്തിനാന്ന് പറഞ്ഞാൽ ഞാനിത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരുന്നപ്പോൾ ആരോ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ ഡൗട്ട് എല്ലാം കൂടെ ചേർത്ത് ചെയ്തിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഡൗട്ടായിട്ട് വന്നുള്ളൂ. അതാണ് ഈ ഒരു സെഷൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യണം. ഷോ ദാറ്റ് എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് റിവിഷനകത്ത് ഷോ ദാറ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇൻ്റഗ്രലിന് അവസാനം കോസ് ഒമേഗ എക്സ് എന്ന് നമ്മൾ എന്ത് ഇൻ്റഗ്രൽ യൂസ് ചെയ്യും? ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ സൈന വരുന്നെങ്കിൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. ഇനി വേണമെങ്കിൽ നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോറിയർ സൈൻ. ഷോ ദാറ്റ് എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ആ ഇൻ്റഗ്രേഷൻ പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. അതുകൊണ്ട് ഞാനിത് ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും ഇത് ചെയ്യാം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ സൈൻ ഇൻ്റഗ്രലിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുവാണേ. ബൈ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി a lambda into cos lambda x d lambda. ഓക്കെ, വേർ a lambda is equal to, കുറച്ച് സ്പീഡിലാണ് ഞാൻ പറയുന്നത് കാരണം ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞത് കാരണം, 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എവിടെ? ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പാർട്ടാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻x ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. അപ്പോഴാണ് കോസ് എ കോസ് ബി. അതും എന്ന് ഞാൻ റിവിഷനകത്ത് പറഞ്ഞതാണ്. ചില പ്രോബ്ലത്തിനകത്തൊക്കെ അത് വരാറുണ്ട് എന്ന്. അപ്പോൾ കോസ് എ കോസ് ബി എന്തുവായിരുന്നു ഞാൻ ഫോർമുല പറഞ്ഞത്? 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. നമ്മൾ ആ റിസൾട്ട് അവിടെ യൂസ് ചെയ്യണം. അതാണ് പറഞ്ഞത്. ഈ റിസൾട്ട് ഒക്കെ അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ റിസൾട്ട് അത്രയൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 2/π ഇൻറ്റു ഈ 1/2 അകത്ത് വരുന്നതിനാണ് ഫ്രണ്ട് ഇട്ടേക്കുന്നത്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻x ഇൻറ്റു കോസ് എ പ്ലസ് ബി. ഇവിടെ എക്സും ലാംഡ എക്സും, എക്സ് പ്ലസ് ലാംഡ എക്സിനാണ് ഞാൻ ലാംഡ പ്ലസ് 1 ഇൻറ്റു എക്സ് എന്നും, പ്ലസ് കോസ് എ മൈനസ് ബി. ഞാൻ എ ആയിട്ട് ലാംഡ എക്സിനെയും ബി ആയിട്ട് എക്സിനെ എടുത്തത്. നമ്മുടെ ഇഷ്ടമല്ലേ ഇതിന് എ ബി എന്ന് എടുക്കുന്നത്. ഇവിടെ ലാംഡ -1 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഇയാൾ അകത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 2 ക്യാൻസലായി പോയേ. 1/π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻x ഇൻറ്റു കോസ് ലാംഡ പ്ലസ് 1 എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻x ഇൻറ്റു കോസ് ലാംഡ -1 എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിനും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോർമുലയാണ് ഏതാ? അത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻x ഇൻറ്റു കോസ് ബി എക്സ് എന്ന് വന്ന ഫോർമുല എന്തുവാണ്? a/a² പ്ലസ് b². അപ്പോൾ ആ റിസൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതെങ്ങനെ വരും? ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്തുവാണ്? 1. സോ 1/a² എന്ന് പറയുന്നത് എന്തുവാ? a² എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് എവിടെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 1 ആണ്. സോ 1/ലാംഡ -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1² ഇത് എഴുതി കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതിനു വേണ്ടി നമുക്കിനി അറേഞ്ച് ചെയ്ത് ഇവിടെ ഹെൻ ഷോ ദാറ്റ് എന്നുള്ളത് കാരണം ആ ഫോമിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്.
1/π ഇൻറ്റു LC എടുക്കട്ടെ. LC എടുക്കുമ്പോൾ ഇത് ഡിനോമിനേറ്റർ എങ്ങനെയാണ് വരുന്നത്? ലാംഡ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 ഈ 1 കൂടെ പ്ലസ് 2 എന്നാവും. ലാംഡ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 2 എന്നും ആവുന്നുണ്ട്. സോ ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെന്ന് പറയുമ്പോൾ ഇയാളെ മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 2ഉം പ്ലസ് 1ലേക്ക് ഇത് മൾട്ടിപ്ലൈ ആണെന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് പോകുന്നത്. അതായത് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 2 ഈ 2 ലാംഡ മൈനസ് 2 ലാംഡ ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? 1/π ഇൻറ്റു 2 ലാംഡ സ്ക്വയർ പ്ലസ് 4 ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് രണ്ടെടുത്ത് നോക്കിക്കേ. ഞാൻ ഈ 2 പ്ലസ് ലാംഡ സ്ക്വയർ ഒന്നിച്ച് എഴുതി പ്ലസ് 2 ലാംഡ ദ ഹോൾ ബൈ അടുത്ത ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതുന്നത്? 2 പ്ലസ് ലാംഡ സ്ക്വയറിന് ഒന്നിച്ച് എഴുതി മൈനസ് 2 ലാംഡ. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം നോക്കാൻ 2 എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം എനിക്കിവിടെ ലാംഡ റൈസ് ടു 4 കിടപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഞാൻ ഇവിടുന്ന് 2നെ കൂടി അങ്ങ് പുറത്തേക്ക് എടുക്കട്ടെ. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2/π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എങ്ങനെ വരും? ലാംഡ സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആകുമ്പോൾ ഇത് 2 പ്ലസ് ലാംഡ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പം 2 ലാംഡ ദ ഹോൾ സ്ക്വയർ ദറ്റ് ഈസ് 4 ലാംഡ സ്ക്വയർ. ഓക്കെ, ഇനി ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ലാംഡ സ്ക്വയർ പ്ലസ് 2 പ്ലസ് ലാംഡ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ പറയുന്നത്? 4 പ്ലസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ റൈസ് ടു 4 മൈനസ് 4 ലാംഡ സ്ക്വയർ. ഇപ്പം നോക്കിക്കേ, 4 ലാംഡ സ്ക്വയറും 4 ലാംഡ സ്ക്വയറും ക്യാൻസലായി. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ആൻസറിലോട്ട് എത്തിയേ 2/π ഇൻറ്റു മുകളിലത്തെ ലാംഡ സ്ക്വയർ പ്ലസ് 2 ബൈ ലാംഡ റൈസ് ടു 4 പ്ലസ് 4. ഈ ആൻസർ എത്തി. ഇനി കോസ് ഒമേഗ എക്സ് കൂടെ വേണം അല്ലേ? ഇതിപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? എ ലാംഡ അല്ലേ? അതിനെ കൊണ്ട് ആ ഇൻ്റഗ്രൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2/π ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 2 ബൈ ലാംഡ റൈസ് ടു 4 പ്ലസ് 4. അപ്പോൾ 2/π ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 2 ബൈ ലാംഡ റൈസ് ടു 4 പ്ലസ് 4 ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. Okay, therefore integral 0 to infinity lambda square plus 2 by lambda raised to 4 plus 4 cos lambda x d lambda. ഈ 2/π ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കാണ്, കാരണം ഇവിടെ ഷോ ദാറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2/π കിടക്കുവാണ്. ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റൈസ് ടു -6 ഇൻറ്റു കോസ് എക്സ്. ഹെൻസ് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ എത്തി. ഇനി എന്ത് ചെയ്താൽ മാത്രം മതി? ഇവിടെ ഒമേഗ കിടക്കുന്നത് ഞാനിവിടെ ലാംഡയിലാണ് ചെയ്തേക്കുന്നത്. സോ പുട്ട് ലാംഡ ഈസ് ഈക്വൽ ടു ഒമേഗ. അപ്പോൾ ഡി ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഡി ഒമേഗയാണ്. therefore 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സ്ക്വയർ പ്ലസ് 2 ബൈ ഒമേഗ റൈസ് ടു 4 പ്ലസ് 4 ഇൻറ്റു cos omega x d omega equal to e raised to -6 into cos x. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല എല്ലാം നോക്കി. നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് റിസൾട്ടുകളും ഫോമുലകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നോട്ടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏറ്റവും പുറകിലോ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്ത് എഴുതി വെക്കണം. അപ്പോൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ഫോമുലാസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫൊറിയർ ക്വസ്റ്റ്യൻ നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ പോലും ആ ഫോമുല അവിടെ എഴുതി വെക്കാൻ പറ്റണം. എന്നിട്ട് ബാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിന് പോലും അറിയില്ലെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫോമിൽ എഴുതി വെക്കുക. അതിൻ്റെ ഒരു മാർക്കെങ്കിലും നമുക്ക് കിട്ടും. ഞാനത് എടുത്തെടുത്ത് പറയുവാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ മാർക്ക് മേടിക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 40 മാർക്ക് മതി ജയിക്കാനായിട്ട്. അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഒരു ക്വസ്റ്റ്യനിൽ 1 മാർക്കോ 2 മാർക്ക് അല്ലെങ്കിൽ മിനിമം ഒരു 3 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എയിം ചെയ്ത് പോവുകയാണെങ്കിൽ 40 മാർക്ക് എന്ന് പറയുന്ന വലിയ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഈ റിവിഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഫോമിൽ എഴുതുക. നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ ഇൻ്റഗ്രൽ, ഇതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫോമിൽ എഴുതി വയ്ക്കാൻ മറക്കരുത്. ഫൊറിയർ ട്രാൻസ്ഫോം ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ടും പഠിക്കേണ്ടത്. കാരണം ബാക്കി എല്ലാ മോഡ്യൂളും നമുക്കറിയാം ഫോമുല കൂടുതലാണ്. സെക്കൻഡ് മോഡ്യൂളിലാണ് ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഗോസ് ഡൈവർജൻസ് തിയറം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോമുലയുള്ളൂ. അതുപോലെ ഫോമുല ഏറ്റവും കുറഞ്ഞത് നമ്മൾ പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോമിലാണ്. അപ്പം ഈ സ്കിപ്പ് ചെയ്യാണ്ട് ഈ മോഡ്യൂൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. നമുക്ക് ഷുവറായിട്ടൊരു 3 മാർക്ക് എസ് എ ക്വസ്റ്റിന് കിട്ടുന്ന ഒരു മോഡ്യൂളാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.